ഇതിലെത്ര അല്ല ഇങ്ങനെ കാണിക്കാൻ പറ്റുമോന്ന് അറിയില്ല എനിക്ക്. കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. എത്ര എന്നുള്ളത് ഇതാണ് ഇതുവരെ വന്നത്. യൂട്യൂബിൽ നിന്നൊന്നും എനിക്കും അറിയില്ല. അല്ല ഇപ്പൊ അങ്ങനെ ഗൈസ്, ഒടുവിൽ മനാഫിന് യൂട്യൂബിൽ നിന്നും എത്ര വരുമാനം കിട്ടി എന്നുള്ളത് മനാഫ് തന്നെ ഇവിടെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അതിലേക്കൊക്കെ കടക്കാം. അതിന് മുൻപായിട്ട് മനാഫുമായി സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മനാഫിന് യൂട്യൂബ് ചാനലിൽ നിന്നും എത്ര വരുമാനം കിട്ടി എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അത് ഞാനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാനായിട്ട് അടിച്ചിറക്കി വിട്ടതുമല്ല. മനാഫ് തന്നെ തെളിവ് സഹിതം അത് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മനാഫുമായിട്ട് ഇപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് മനാഫ് ഒരു ലോറി പിരിവുമായി സംബന്ധിച്ച്, ലോറി വിൽക്കാനുള്ള ഒരു സംഗതിയുമായിട്ട് ഒരു ലൈവിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഒരു ആപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയെങ്ങാണ്ട് വേണം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലോറി വിൽക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അത് പുള്ളിക്കാരൻ്റെ പ്രോപ്പർട്ടി, അത് വിൽക്കുകയോ വാങ്ങുകയോ എന്തെന്ന് ചെയ്യാം, അത് പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ്. അതിനിപ്പോൾ എവിടെ വേണമെങ്കിലും ഒന്ന് പറയാം, അത് അത്രയേ ഉള്ളൂ. അതിലൊന്നും കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടില്ല. എന്നാൽ ആപ്പുമായി സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരുടെയും സംശയം പോലെ തന്നെ മനാഫ് എന്തിനാണ് ആപ്പ് തുടങ്ങുന്നത്, അതുമായി സംബന്ധിച്ച് മനാഫ് തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റാം. അത് കേട്ടു നോക്കാം. അല്ല, അത് 5 ലക്ഷം റുപ്യന്റെ മേലെ വരും. 6 ലക്ഷം 7 ലക്ഷം റുപ്യ വരും ഒരു പ്രോപ്പർ ആപ്പിന്. സത്യത്തിൽ അതറിയാത്ത ആൾക്കാരാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഈ ആപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആപ്പ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഒരാൾക്ക് ഒരു 100 രൂപ തരികയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ എവിടെ പോയി, വേറെ എത്ര ആൾക്കാർ പണം തന്ന്, എല്ലാ ജനങ്ങളും അറിയണം. ചാറ്റ് ഓഫ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൃത്യമാവണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ആപ്പ് ഇപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് വന്നതിനോട് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കേരളത്തിലുള്ള ഒരുപാട് ആപ്പ് ഡെവലപ്പേഴ്സ് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവര് 1 ലക്ഷത്തിന് ചെയ്തു തരാം, അങ്ങനെ പല അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരു തോളോട് തോള് ചേർന്ന് ഭാഗവാക്കാവാൻ തയ്യാറായിട്ട് വന്ന ആളുകളുണ്ട്. പണം ആർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്പിന് ഏകദേശം 5-6 ലക്ഷം റുപ്യ ഉണ്ട്. പക്ഷെ അത് 1 ലക്ഷം റുപ്യക്ക് ചെയ്തു തരാനും ഇപ്പോൾ ആളുകൾ തയ്യാറായി. അപ്പൊ എന്തിനാണ് മനാഫ് തനിക്ക് ഇങ്ങനെ ഒരു ആപ്പ് വേണമെന്ന് പറയാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായില്ലേ? സംഗതി മറ്റൊന്നുമല്ല, ചാരിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഒരു 100 രൂപ ഇങ്ങോട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ അത് അങ്ങോട്ട് പോയാൽ, അതെവിടെ എങ്ങനെ ചെലവായി അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങോട്ട് എത്തി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ആപ്പ് പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ വന്നതോട് കൂടിയിട്ട് അത് കുറെ അധികം ആളുകൾ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ കുറെ അധികം ആപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ വിളിച്ചിട്ടുണ്ട് മനാഫിനെ. 1 ലക്ഷം രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇങ്ങനെ ചില കാര്യങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മനാഫിന് അവിടെ നല്ലൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഏതായാലും അടുത്തത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് വരുമാനം. കാരണം പുള്ളിക്കാരൻ യൂട്യൂബ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും, മനാഫിന് ഇപ്പൊ എത്ര അതിൽ നിന്ന് കിട്ടുന്നുണ്ടാകും, പുള്ളിക്കാരൻ അത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും എത്ര വരുമാനം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനാഫ് തന്നെ വളരെ വ്യക്തമായിട്ട് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ശിരൂർ ദൗത്യത്തിൽ ആരൊക്കെ വന്നോ അവരെയൊക്കെ നമ്മളെന്താക്കും, ഈ സഹായിക്കേണ്ടത് ഉണ്ട്. അത് ഞാൻ സഹായിക്കും. ഇതിലെത്ര അല്ല ഇങ്ങനെ കാണിക്കാൻ പറ്റുമോന്ന് അറിയില്ല എനിക്ക്. കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. എത്ര എന്നുള്ളത് 13K. ഇതാണ് ഇതുവരെ വന്നത്. ഇത് വയലേഷൻ ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലെ? എന്നാ പിന്നെ 13K ആണ് ഇതുവരെ. 13 ലക്ഷം ആൾക്കാർ ഇപ്പൊ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ ആവശ്യങ്ങൾക്ക്. അത്ര അല്ല പറഞ്ഞ കാര്യമില്ല. എനിക്കും അറിയില്ല ഇതിനെ ഈ എത്ര ആള് എത്ര എന്ത് കിട്ടും യൂട്യൂബിൽ നിന്നൊന്നും എനിക്കും അറിയില്ല. അല്ല ഇപ്പൊ ചെയ്യാൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. ഇപ്പം മനാഫിക്കയുടെ ആയാലും. അപ്പൊ ഏതായാലും ആ ഒരു കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. മനാഫിന്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം. അതായത് ആ ഒരു ഭാഗത്ത് കാണിക്കുന്നത് ലാസ്റ്റ് 28 ഡേയ്സിലാണ് കാണിച്ചു തരിക. അപ്പോൾ അതിന് കിട്ടിയിട്ടുള്ളത് 13K ആണ്. 13K എന്ന് പറയുമ്പോൾ ഏകദേശം 13,000 വരും അല്ലെ, 13,000 രൂപ
അപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരനത് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടിയ പണം തന്നെയാണ്, വെറുതെ ഇരുന്ന് കിട്ടിയതൊന്നുമല്ല. കാര്യങ്ങൾ സംസാരിച്ച ആളുകൾ കണ്ടിട്ട് കിട്ടിയ ഒരു പണം തന്നെയാണ്. അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് കൂടുതൽ കാര്യം കൂടെ മനാഫ് പറയുന്നുണ്ട്. മനാഫിന് 2 ആഗ്രഹങ്ങളുണ്ട്, അത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇവിടെയാണ് മനാഫിന്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. കാരണം കുറേ അധികം ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ആഗ്രഹങ്ങൾ മറ്റു പലതുമാണ് എന്നുള്ളതാണ്. കാരണം എത്ര ആളുകൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും മനാഫ് തളരാൻ ഒരിക്കലും റെഡിയല്ല. ആ കാര്യം മനാഫ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്ക് ഏതായാലും മനാഫിന്റെ ആ ആഗ്രഹങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ കുറച്ച് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്താ പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ കോഴിക്കോട് നമ്മൾ തുടങ്ങും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്താണ് ഡിസേബിൾഡ് കുട്ടികളെ ഒരു പരിപാലനം, അവർക്കും നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അതിന് ഒരു വേറൊരു സംഘടന ആയിട്ട് ടൈപ്പിൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള ചെലവ് കണ്ടെത്താൻ നമ്മളൊരു പുതിയൊരു ബിസിനസ് രീതി കണ്ടുകണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 100% ഈ ചെലവിലേക്ക് നീക്കി വെക്കാന്നാണ് തീരുമാനിച്ചത്. ഈ സ്പോൺസേഴ്സൊക്കെ ഒരുപാട് എപ്പോഴും ഒരു ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ആവശ്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ പ്രാവശ്യം കൈ നീട്ടും. അത് പറഞ്ഞപ്പോഴാണ് അതുപോലെ തന്നെ ഇവിടെ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? വളരെ നല്ല കാര്യമല്ലേ? കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം, ആ രീതിയിലുള്ള കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും ഏർപ്പാടാക്കാനുള്ള ഒരു തന്ത്രം മനാഫിന്റെ മനസ്സിൽ നിന്ന് വരികയാണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ മനാഫ് റെഡിയാവുകയാണ്. പിന്നെ കൂടാതെ അതിന് പുറമെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പരിചരിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സംഗതി കൂടെ മനാഫിന്റെ മനസ്സിൽ പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയൊക്കെ മനസ്സുള്ള ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമല്ലേ? കാരണം എത്രയൊക്കെ ഒരാളുടെ കയ്യിൽ പണം ഉണ്ടായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചെലവാക്കുക എന്നുള്ളത് പല വ്യക്തികൾക്കും മടിയുള്ള കാര്യമാണ്. പക്ഷെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്നും ഇത്രയും വരുമാനം കിട്ടിയിട്ടും അത് എങ്ങനെ ചെലവാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനാഫിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. കാരണം മനാഫ് ഇവിടെ പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, വേണ്ടവർക്ക് സംഭാവനകൾ നൽകാം, അതിൽ നമ്മൾ എതിരൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു തവണ പിരിക്കും, പക്ഷെ പിന്നീട് വേറൊരു വരുമാന മാർഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. ഏതായാലും മനാഫിന് മാത്രമേ അത് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഏതായാലും മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇനിയും വെറുതെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തരം താഴ്ത്തി കെട്ടേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെറുതെ വായിട്ടലച്ച് പോവുകയല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ രേവന്ത് എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരൻ, പുള്ളിക്കാരന്റെ ഓട്ടോ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈശ്വർ മാൽപ്പയുടെ കുഞ്ഞുങ്ങളെ നല്ലൊരു ചികിത്സാ രീതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്കും പുള്ളിക്കാരൻ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേയധികം നല്ല കാര്യങ്ങൾ ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ആഗ്രഹങ്ങൾ കൂടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും രക്ഷാപ്രവർത്തനത്തിനുള്ള ആ ഒരു ക്ലാസ്സും കാര്യങ്ങളും അതിന് പരിശീലനം നൽകുക, രണ്ടാമതായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പരിചരിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. വെറുതെ കാര്യങ്ങൾ അറിയാതെ വിമർശിക്കാതിരിക്കട്ടെ. സമൂഹത്തിൽ ഒരാളെങ്കിൽ ഒരാൾ നല്ലത് ഉണ്ടായിക്കോട്ടെ, അതിലാർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഏതായാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.